വെൽക്കം ടു മെക്ഫിറ്റ്. നമുക്കിന്ന് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കമ്പാരറ്റേഴ്സിനെ കുറിച്ചാണ്. കമ്പാരറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, എന്തോ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഒരിക്കലും മെഷർമെൻറ്റിന് വേണ്ടിയിട്ടല്ല ഇത് യൂസ് ചെയ്യുന്നത്, മെഷർമെൻറ്റ് എടുക്കാനല്ല. ഓക്കെ, എന്തോ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കമ്പയർ ചെയ്യാനായിട്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് വേണം. സ്റ്റാൻഡേർഡ് ഇപ്പോൾ ഒരു സ്ലിപ്പ് ഗേജ് എടുക്കും, അതായിരിക്കും നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് കരുതുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു 20 mm ഉള്ള സ്ലിപ്പ് ഗേജ് എടുക്കുന്നു. നമുക്ക് മെഷർമെൻറ്റ് എടുക്കാനുള്ളത് ആ സൈസിൽ നിന്ന് അടുത്തുള്ള വാല്യൂ ഉള്ള ഒരു വർക്കിൻ്റെ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഈ സ്റ്റാൻഡേർഡും ആക്ച്വൽ മെഷർമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് മാഗ്നിഫൈ ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പാരേറ്റർ ഗേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് നോക്കാം. പർപ്പസ് ഓഫ് എ കമ്പാരേറ്റർ ഗേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഇൻഡിക്കേറ്റ് ദ ഡിഫറൻസ് ഇൻ സൈസസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് slip gauge or ring gauge and work being measured by means of some form of pointer on a scale at a magnification which is sufficient to read to the accuracy required. Okay, almost every possible principle known to the science of physics for providing magnification has been used for the construction of these comparator gauges. അപ്പോൾ ഈ കമ്പാരറ്റർ ഗേജസിൽ സയൻസിലുള്ള പ്രിൻസിപ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ വർക്കിങ്ങിനനുസരിച്ച് മെക്കാനിക്കൽ എന്നും ഇലക്ട്രോണിക്സ് എന്നും ന്യൂമാറ്റിക് എന്നും ഒപ്റ്റിക്കൽ എന്നും ഇതിനെ തരംതിരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരു ഗുഡ് കമ്പാരറ്റർ ഗേജിന് ഉണ്ടായിരിക്കേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഇറ്റ് ഷുഡ് ബി കോമ്പാക്റ്റ് ആയിരിക്കണം. ലെസ് സ്പേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഈ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, പിന്നെ മാക്സിമം റിജിഡിറ്റി ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മളൊരു വർക്ക് സർഫസിൽ ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ ഇതിന് റിജിഡ് ആയിരിക്കണം, ഇളക്കമൊന്നും തട്ടാൻ പാടില്ല. മാക്സിമം കോമ്പൻസേഷൻ ഫോർ ടെമ്പറേച്ചർ എഫക്റ്റ്, ഇപ്പോൾ ടെമ്പറേച്ചർ എഫക്റ്റിനെ കോമ്പൻസ് ചെയ്യുന്നതായിരിക്കണം. നോ ബാക്ക്ലാഷ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ദ പ്ലഞ്ചർ ആൻഡ് റെക്കോർഡിംഗ് മെക്കാനിസം. അപ്പോൾ ഇതിൽ മെയിൻലി കണ്ടുവരുന്നത് ഒരു പ്ലഞ്ചർ കാണും. ഓക്കെ, ഈ പ്ലഞ്ചർ ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്ന വർക്ക് സർഫസിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ ഇതിൻ്റെ കേസിൽ ഈ ലിവറും ഈ പ്ലഞ്ചറിൻ്റെ ആ ജോയിൻറ്റും ഉണ്ടല്ലോ, അതിനിടക്ക് ഒരിക്കലും ബാക്ക്ലാഷ് ഉണ്ടാകാൻ പാടില്ല, ഇളക്കം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന റീഡിങ്ങിൽ എറർ കാണും. ഓക്കെ, സ്ട്രൈറ്റ് ലൈൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സ്കെയിൽ റീഡിങ്സ്. പിന്നെ PSC പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ടതാണ്, ഇവിടെ കിട്ടുന്ന നമുക്ക് ലീനിയർ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ, മെക്കാനിക്കൽ കമ്പാരറ്റർ ഗേജിൽ ലീനിയർ ആയിട്ടുള്ള റീഡിങ്സ് ആയിരിക്കും കിട്ടുന്നതെന്ന് ഓർക്കുക. പിന്നെ മോസ്റ്റ് സ്യൂട്ടബിൾ മെഷറിംഗ് പ്രഷർ വിച്ച് റിമെയിൻസ് യൂണിഫോം ത്രൂ ഔട്ട് ദ സ്കെയിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രഷർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് യൂണിഫോം ആയിരിക്കണം ത്രൂ ഔട്ട്. ഓക്കെ, ഇൻഡിക്കേറ്റർ ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് ഇൻ റിട്ടേൺ ടു 0. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, ഇപ്പോൾ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നമ്മളൊരു വാല്യൂ എടുത്തതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ അതിൽ നമ്മൾ സ്പ്രിങ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും ആ 0-ലോട്ട് തിരിച്ചെത്താനായിട്ട്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് ഇൻ ഇറ്റ്സ് റിട്ടേൺ ടു 0. മെത്തേഡ് ഓഫ് ഇൻഡിക്കേഷൻ ഷുഡ് ബി ക്ലിയർ ആൻഡ് പോയിന്റർ ഡെഡ് ബീറ്റ് ഫ്രീ ഫ്രം ഓസിലേഷൻ. നമ്മളിവിടെ ഒരു പോയിന്റർ യൂസ് ചെയ്യുന്ന ടൈമിൽ അതിൽ ഓസിലേഷൻ ഉണ്ടാകാൻ പാടില്ല. അതായത് ഒരു പോയിന്റർ, ആ പോയിന്റർ ഇത് കറക്റ്റായിട്ടുള്ള വാല്യൂവിൽ കോൺസൈഡ് ചെയ്യണം, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ല. ഓക്കെ, അതിനാണ് ഡെഡ് ബീറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഷുഡ് ബി ഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് റീസണബിൾ റോങ് യൂസേജ്. ഇപ്പോൾ നമ്മളൊരു മിസ്റ്റേക്ക് നമുക്ക് പറ്റിയെങ്കിലും അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും ഈ കമ്പാരേറ്ററിന് ഉണ്ടായിരിക്കണം. ഷുഡ് ഹാവ് എ വൈഡ് റേഞ്ച് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് കമ്പാരേറ്റർ ഗേജസിൽ എംപ്ലോയ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കും. മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ന്യൂമാറ്റിക്, ഒപ്റ്റിക്കൽ. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് മെക്കാനിക്കൽ കമ്പാരേറ്റേഴ്സിനെ കുറിച്ചാണ്. ദീസ് ആർ വൈഡ്ലി യൂസ്ഡ് ആൻഡ് ഫെമിലിയർ വൺസ് ആർ ദ ഡയൽ ഇൻഡിക്കേറ്റർ ഫിറ്റഡ് ടു കമ്പാരേറ്റർ സ്റ്റാൻഡ്. അപ്പോൾ മെക്കാനിക്കൽ കമ്പാരേറ്ററിൽ പെടുന്നതാണ് ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ. ഓക്കെ, അതുപോലെ തന്നെ മൈക്രോക്കേറ്റർ സ്പെല്ലിങ്ങിൽ ചെറിയൊരു വ്യത്യാസം കാണും. നമ്മുടെ നിമിയിൽ മൈക്രോക്കേറ്റർ ഇങ്ങനെയും ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റിൽ മൈക്രോക്കേറ്ററിൻ്റെ സ്പെല്ലിംഗ് ഇതുമാണ്. ഓക്കെ, പിന്നെ സിഗ്മ കമ്പാരേറ്റർ ഉണ്ട്, റെഡ് അല്ല റീഡ് കമ്പാരേറ്റർ ആണ്. ഓക്കെ, റീഡ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഡയൽ ഇൻഡിക്കേറ്റർ ഫിറ്റഡ് ടു ദ കമ്പാരേറ്റർ സ്റ്റാൻഡ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന മെക്കാനിസം ഏതാണെന്നാണ് നമുക്ക് സാധാരണയായിട്ട് PSCയിൽ ചോദിക്കുന്നത്. മെക്കാനിസം, അപ്പോൾ ഇവിടെ ഒരു പ്ലഞ്ചർ ഉണ്ട്, ഹിയർ ദ പ്ലഞ്ചർ ടൈപ്പ് ഡയൽ ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഡ്. അതുപോലെ തന്നെ ലിവർ ടൈപ്പും ഉണ്ട്. രണ്ട് ടൈപ്പാണ് ഡയൽ ഇൻഡിക്കേറ്റർ ഉള്ളത്, ലിവർ ടൈപ്പും ഉണ്ട്,
അതുപോലെ പ്ലഞ്ചർ ടൈപ്പും ഉണ്ട്. ദ മാഗ്നിഫിക്കേഷൻ ഈസ് അച്ചീവ്ഡ് ബൈ സ്യൂട്ടബിൾ കോമ്പിനേഷൻ ഓഫ് ഗിയേഴ്സ്, റാക്ക് ആൻഡ് പിനിയൻ, സ്റ്റീൽ ബാൻഡ് ആൻഡ് ലിവേഴ്സ്. അപ്പോൾ ഇതിലെന്ന് പറയുന്ന മാഗ്നിഫിക്കേഷൻ അച്ചീവ് ചെയ്യുന്നത് ഗിയേഴ്സും റാക്ക് ആൻഡ് പിനിയനും സ്റ്റീൽ ബാൻഡ് ആൻഡ് ലിവേഴ്സാണ്. അപ്പോൾ ഇതിൽ മെക്കാനിസം ഒരു ലീനിയർ മോഷനെ റോട്ടറി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ആംഗുലർ മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം ആണെന്ന് ഓർക്കുക ഡയൽ ഇൻഡിക്കേറ്റർ. ഓക്കെ. പിന്നെ ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ റേഞ്ച് എന്ന് പറയുന്നത് 100 to 1000 ആണ്. ഇത് മാഗ്നിഫിക്കേഷൻ റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് വരുന്നത് 10 മൈക്രോൺ ടു 1 മൈക്രോൺ ആണെന്നും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മൈക്രോക്കേറ്റർ ആണ്. മൈക്രോക്കേറ്റർ. അപ്പം ഇതിൻ്റെ അകത്ത് ഇതിന് പറയുന്ന മറ്റൊരു പേര്, മൈക്രോക്കേറ്ററിനെ പറയുന്ന പേര് ജൊഹാൻസൺ മൈക്രോക്കേറ്റർ എന്നാണ്. ജൊഹാൻസൺ മൈക്രോക്കേറ്റർ അല്ലെങ്കിൽ എബ്രാംസൺ. ഓക്കെ. അപ്പോൾ ഈ രണ്ട് പേരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ ടെക്സ്റ്റിൽ ജോൺസൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. ജൊഹാൻസൺ മൈക്രോക്കേറ്ററും എബ്രാംസൺ എന്നുമാണ്. എബ്രാംസൺ മെക്കാനിസമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. എബ്രാംസൺ എന്ന് പറഞ്ഞ ആളാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന സിമ്പിളാണ്. ഇൻജീനിയസ് ഡിസൈൻ ഗിവിങ് എ വെരി ഹൈ മാഗ്നിഫിക്കേഷൻ. നേരത്തെ പറഞ്ഞതിലും കൂടുതൽ മാഗ്നിഫിക്കേഷൻ 25,000 ടൈംസ് ആണ്. അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.02 മൈക്രോൺ ആണ്. അതിന് mm എഴുതിയിരിക്കുന്നതാണ് ഇത്. ഇത് കോമ്പാക്റ്റ് ആണ്, റോബസ്റ്റ് ആണ്. പിന്നെ ഫ്രിക്ഷനും ബാക്ക്ലാഷും ഇതിൽ ഫ്രീ ആയിരിക്കും. മെക്കാനിക്കൽ കമ്പാരറ്റേഴ്സിനുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഈ മൂവിങ് പാർട്സ് ഉള്ളതുകൊണ്ട് ബാക്ക്ലാഷും ഫ്രിക്ഷനും ഉണ്ടാവും. അത് ഈ ജൊഹാൻസൺ മൈക്രോക്കേറ്ററിൽ ഫ്രീ ആണെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ഏരിയയാണ് ഫ്രീ ഫ്രം ഫ്രിക്ഷൻ ആൻഡ് ബാക്ക്ലാഷ്. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ബട്ടൺ സ്പിന്നിങ് ഓൺ എ സ്ട്രിങ് ലൂപ്പ്. ഓക്കെ. അപ്പോൾ ഒരു ബട്ടൺ നമ്മൾ ഇതുപോലെ സ്ട്രിങ്ങിൽ കെട്ടിയിട്ട് കറക്റ്റായിട്ട് വലിച്ചു പിടിക്കുന്ന ടൈമിൽ ഇത് മുകളിലോട്ട് പൊങ്ങാനുള്ള ഒരു ടെംപ്റ്റേഷൻ കാണിക്കും. ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ ജൊഹാൻസൺ മൈക്രോക്കേറ്ററിൽ യൂസ് ചെയ്യുന്നത്. വെൻ ദ പ്ലഞ്ചർ മൂവ്സ് അപ്പ്, ഈ പ്ലഞ്ചർ മുകളിലോട്ട് പൊങ്ങുന്ന നേരത്ത് ബെൽ ക്രാങ്ക് ലിവർ ടിൽറ്റ് ചെയ്യും. ഇവിടെ ഇരിക്കുന്ന ഈ ബെൽ ക്രാങ്ക് ലിവർ ടിൽറ്റ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രിപ്പ് എലോങ്ങേറ്റ് ആവും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇരിക്കുന്ന ആ ട്വിസ്റ്റർ സ്ട്രിപ്പ് എലോങ്ങേറ്റ് ആയി ഇതുപോലെ വരും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റർ മുകളിലോട്ട് പൊങ്ങി ആ സ്കെയിലിൽ റീഡിങ് കാണിക്കും. ഓക്കെ. The helix angle in the twistor strip reduces and this causes the pointer which is fixed along the helix of the strip to move to one side. അപ്പോൾ എന്ന് പറയുന്ന ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യും. ദിസ് മൂവ്മെന്റ് is then read on the scale fitted behind it. അതെന്ന് പറയുന്ന ആ സ്കെയിൽ വെച്ച് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. When the plunger moves down, ഈ പ്ലഞ്ചർ എന്ന് പറയുന്നത് താഴത്തോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തിരിച്ച് അതിൻ്റെ പൊസിഷനിലേക്ക് വരും. എന്നിട്ട് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. The entire process of movement is reversed and the pointer moves to the opposite side and this reading is read against the scale. എന്നിട്ട് നമ്മൾ ആ സ്കെയിലിൽ റീഡിങ് എടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത കമ്പാരറ്ററിൻ്റെ പേരാണ് സിഗ്മ കമ്പാരറ്റർ. ഈ കാണുന്ന ഫിഗറാണ് സിഗ്മ കമ്പാരറ്റർ. വൈ ആം. ഓക്കെ. ഈ വൈ പോലെ ഇരിക്കുന്ന ആം യൂസ് ചെയ്യുന്ന കമ്പാരറ്റർ ഏതാണെന്ന് ചോദിക്കും. അത് സിഗ്മ കമ്പാരറ്റർ ആണ്, വൈ ആം. ഓക്കെ. പിന്നെ ഇതിൻ്റെ അത് ക്രോസ് സ്ട്രിപ്പ്, കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. ക്രോസ് സ്ട്രിപ്പ് ഹിഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ഓർക്കുക. ഓക്കെ. ഇതെന്ന് പറയുന്നതും മൈക്രോക്കേറ്ററിൻ്റെ ആ മാഗ്നിഫിക്കേഷൻ തന്നെ ആയിരിക്കും തരുന്നത്. ഈ പ്ലഞ്ചർ മുകളിലോട്ട് മൂവ് ചെയ്യുന്ന ടൈമിൽ ഈ നൈഫ് എഡ്ജ് റെസ്റ്റിംഗ് ഓൺ ദ സഫയർ ബിയറിംഗ് ബ്ലോക്ക് ഓൾസോ മൂവ്സ് അപ്പ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു നൈഫ് എഡ്ജ് ആയിട്ടുള്ള പ്ലഞ്ചറാണ് ഇരിക്കുന്നത്. ഓക്കെ. ആ പ്ലഞ്ചറിൻ്റെ ഇവിടെ ഒരു നൈഫ് എഡ്ജ് കൊടുത്തിട്ടുണ്ട്. ആ നൈഫ് എഡ്ജ് മുകളിലോട്ട് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോസിങ് ആൻ ഇംബാലൻസ് ടു ദ ഹിഞ്ചഡ് ബ്ലോക്ക് വിച്ച് ഇൻ ടേൺ കോസസ് ദ വൈ ആം ടു മൂവ് ഡൗൺ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ ഹിഞ്ചഡ് ബ്ലോക്കാണ്, അവിടെ ഒരു ഇംബാലൻസ് ഉണ്ടാകും. അതെന്ന് പറയുന്നത് ഈ വൈ ആമിനെ താഴത്തേക്ക് മൂവ് ചെയ്യും. ദ ഫോസ്ഫർ ബ്രോൺസ് ബാൻഡ് ഡ്രൈവ്സ് ദ ഡ്രം ആൻഡ് കോസസ് ദ പോയിന്റർ ടു മൂവ്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ഒരു ഫോസ്ഫർ ബ്രോൺസ് ബാൻഡാണ് കൊടുത്തിരിക്കുന്നത്. അത് ഡ്രമ്മിനെ ഡ്രൈവ് ചെയ്യിക്കുകയും പോയിന്ററിനെ മൂവ് ആക്കുകയും ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്
റീഡ് കമ്പാരേറ്റർ ആണ്, റെഡ് അല്ല റീഡ്. ദിസ് ഡിസൈൻ ഈസ് ഓൾസോ ഈക്വലി പോപ്പുലർ. പിന്നെ ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന അതിൻ്റെ മെക്കാനിസത്തിൻ്റെ എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റീഡ് കമ്പാരേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്ന് പറയുന്ന ഒരു ഫിക്സഡ് ബ്ലോക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഏരിയ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്പിൻഡിലാണ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ വർക്കുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത്. അപ്പോൾ ഈ സർഫസിലുള്ള ചെറിയൊരു വേരിയേഷന് ഇത് മൂവ്മെൻറ്റ് നടക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്ന മൂവബിൾ ബ്ലോക്കാണ്, ഇത് ഫിക്സഡ് ബ്ലോക്കാണ്. അപ്പോൾ ഇതിനെ ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഇത് മുകളിലോട്ട് പൊങ്ങുകയും താഴുകയും ചെയ്യും. എനി അപ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് ദ സ്പിൻഡിൽ വിൽ കോസ് ദ പോയിന്റർ ടു മൂവ് ടു ദ ലെഫ്റ്റ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ഇതെന്ന് പറയുന്നത് മുകളിലോട്ട് പൊങ്ങുന്ന ടൈമിൽ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയും അതേപോലെ തന്നെ താഴേക്ക് വരുന്ന ടൈമിൽ ഇത് റൈറ്റ് സൈഡിലേക്ക് ഈ പോയിന്റർ മൂവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കമ്പാരേറ്റർ. ഇതെന്ന് പറയുന്ന ഒരു പവർ ആംപ്ലിഫൈഡ് വിത്ത് കണ്ടിന്യൂസ് അനലോഗ് ഔട്ട്പുട്ട്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇലക്ട്രോണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ട് നമുക്കൊരു അനലോഗ് ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. The electric comparator offers advantages like widely adjustable magnification, electrical zero adjustment, adding or subtracting signals from a number of measuring heads, relay function, etc. അപ്പോൾ ഈ ഇലക്ട്രോണിക് കമ്പാരേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യാൻ നേരത്ത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മാഗ്നിഫിക്കേഷൻ ഇവിടെ പോസിബിൾ ആണ്. പിന്നെ നമുക്ക് സീറോ സെറ്റ് ചെയ്യാനൊക്കെ ഇതിൽ എളുപ്പമാണ്. ഓക്കെ, ആഡിങ് ഓർ സബ്സ്ട്രാക്ടിങ് സിഗ്നൽസ് ഫ്രം എ നമ്പർ ഓഫ് മെഷറിംഗ് ഹെഡ്സ്. ഇപ്പം നമുക്ക് നമ്പർ ഓഫ് മെഷറിംഗ് ഹെഡ്സിൽ നിന്ന് സിഗ്നൽസ് സബ്സ്ട്രാക്ട് ചെയ്യാനോ ആഡ് ചെയ്യാനോ ഇതിനകത്ത് എളുപ്പമാണ്. പിന്നെ റിലേ ഫങ്ഷൻസ് ഒക്കെ ഇതിൽ നടക്കും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ കമ്പാരേറ്റർ എന്ന് പറയുന്നത്, കാൻഡിലിവർ ടൈപ്പ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ പ്ലഞ്ചർ ഇതിലൂടെ മൂവ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു അലൈൻമെൻറ്റിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ പ്ലഞ്ചർ മുകളിലോട്ട് പൊങ്ങുന്ന ടൈമിൽ ഈ ആർമേച്ചർ എന്ന് പറയുന്നത് ഈ രണ്ട് മാഗ്നറ്റുകൾക്കിടയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ മോഷൻ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് കാണുമല്ലോ മാഗ്നറ്റിന് ചുറ്റും, അതിനെ കട്ട് ചെയ്യുകയും അവിടെ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുവഴി അവിടെ ഒരു വൈദ്യുതി ഉണ്ടാകുകയും ചെയ്യും. ഓക്കെ, in figure 4a, as a plunger moves up, armature is lifted up, causing an imbalance in the electrical field created by the electromagnets. This causes an induced electromotive force in the circuit. These changes are amplified electronically to as much as 1 lakh times. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 1 lakh times ആണ്. ഓക്കെ, ഫിഗർ ബി എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഏജൻറ് സിസ്റ്റത്തിനാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ ഒരു ട്രാൻസ്മിറ്റർ വരുന്നുണ്ട്, റിസീവർ അല്ലെങ്കിൽ ആംപ്ലിഫയർ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്നായിരിക്കും സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആൻറ്റിനയിലേക്ക്. ആൻറ്റിനയിൽ നിന്ന് നമ്മളൊരു റിസീവർ അല്ലെങ്കിൽ ആംപ്ലിഫയറിലോട്ട് കൊടുത്തിട്ടുണ്ട്, അത് ആംപ്ലിഫൈ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂമാറ്റിക് കമ്പാരേറ്റർ ആണ്. അപ്പോൾ ന്യൂമാറ്റിക് കമ്പാരേറ്ററിൽ യൂസ് ചെയ്യുന്നത് എയർ. ഓക്കെ, എയർ ആണ്, ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഫിഗർ ജസ്റ്റ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് മെഷറിംഗ് ജെറ്റാണ് യൂസ് ചെയ്യുന്നത്. ന്യൂമാറ്റിക് ആയതുകൊണ്ട് തന്നെ അവിടെ എയർ ആണ് നമ്മുടെ സ്ട്രീം ഓഫ് ജെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് പാർട്സ് മെഷർ ചെയ്യാനല്ല കമ്പയർ ചെയ്യാനുള്ളത്. ഓക്കെ, ഇവിടെ ആയിരിക്കും നമ്മൾ വെക്കുന്നത്. എന്നിട്ട് ഒരു നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ലിപ്പ് ഗേജ് വെച്ചിട്ട് അതിനെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് റീഡിങ് കിട്ടും. ഈ പ്രഷർ ഡിഫറൻസ് വഴിയിട്ടാണ് ഇവിടെ റീഡിങ് നമ്മൾ എടുക്കുന്നത്. This comparator is fast, rigid, accurate and suitable for use on the shop floor, especially in mass production. അപ്പോൾ ഈ മാസ് പ്രൊഡക്ഷനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള കമ്പാരേറ്റർ ഏതാണെന്ന് ചോദിക്കും. ഫാസ്റ്റ് ആണ്, റിജിഡ് ആണ്, ആക്യുറേറ്റ് ആണ്. ഓക്കെ, ഷോപ്പ് ഫ്ലോറിൽ യൂസ് ചെയ്യാം, അതായത് മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, അത് ന്യൂമാറ്റിക് കമ്പാരേറ്റർ ആണ്. ഇതിനെന്ന് പറയുന്ന മൂവിങ് പാർട്സ് ഒന്നും തന്നെയില്ല. ആസ് നോ മെക്കാനിക്കൽ കോണ്ടാക്ട് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഗേജ് യൂണിറ്റ് ആൻഡ് മെഷേർഡ് സർഫസ്, ദീസ് ആർ യൂസ്ഡ് വെയർ അതർ ഇൻസ്ട്രുമെന്റ്സ് ആർ അൺസ്യൂട്ടബിൾ. ഇപ്പോൾ നമുക്ക് വേറെ കമ്പാരേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് ന്യൂമാറ്റിക് യൂസ് ചെയ്യാം. കാരണം മെക്കാനിക്കൽ കോണ്ടാക്ട് ഇവ തമ്മിൽ വരുന്നില്ല. പിന്നെ എയർ സ്ട്രീം പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ക്ലീനിങ് എഫക്റ്റും നമ്മുടെ മെഷറിംഗ് സർഫസിൽ നടക്കും. ഓക്കെ, ഇൻ ദ ഫിഗർ ആസ് എ ഗ്യാപ്പ് D between the component and jet B decreases, outflow of the air experience some resistance to its free flow. അപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത്രയൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്? എയർ ആണ് യൂസ് ചെയ്യുന്നത്. മാസ് പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യും. പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ മാത്രം മതി. പിന്നെ അറിയേണ്ടത് ഇവിടെ കംപ്രസ്ഡ് എയർ നമ്മൾ കൊടുത്തിരിക്കുന്നത് 6 to 10 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ്, 6 to 10 ATM. ഓക്കെ, നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ കമ്പാരേറ്റർ.
ഒപ്റ്റിക്കൽ കമ്പാരറ്റർ എന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അതിൻ്റെ പ്രിൻസിപ്പിളാണ്. അവിടെ ലൈറ്റ് റേസിൻ്റെ റിഫ്ലക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലൈറ്റ് റേസിൻ്റെ റിഫ്ലക്ഷൻ. അപ്പോൾ ഇതാണൊരു ഒപ്റ്റിക്കൽ കമ്പാരറ്റർ. ഇതാണ് നമ്മുടെ മെഷറിംഗ് ഫിംഗർ. നേരത്തെ പ്ലഞ്ചർ പറഞ്ഞ പോലെ ഇവിടെ ഒരു മെഷറിംഗ് ഫിംഗറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഇംബാലൻസ് എന്ന് പറയുന്നത് ഈ മിററിൽ തട്ടിയിട്ട് ഇവിടെ ഒരു മിററുണ്ട്, അതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അവിടെ നിന്ന് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇവിടെ സ്കെയിലുണ്ട്, ഐ പീസ് വഴി നമ്മൾ സ്കെയിലിൽ അത് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് ഇൻസ്ട്രുമെൻറ്റ് എംപ്ലോയ്സ് എ പ്രിൻസിപ്പിൾ ഓഫ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റേസ്. വെരി ലാർജ് മാഗ്നിഫിക്കേഷൻസ് ആർ അറ്റൈനബിൾ ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഫ്രീ ഫ്രം ഫ്രിക്ഷൻ ആൻഡ് ബാക്ക്ലാഷ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫ്രീ ഫ്രം ഫ്രിക്ഷൻ ആൻഡ് ബാക്ക്ലാഷ് ആണ്. ആക്യുറസി എന്ന് പറയുന്നത് അപ് ടു 1 മൈക്രോൺ. ഓക്കെ, as a measuring plunger goes up, the light ray falling on mirror B gets tilted and tilted ray falls on mirror D and gets reflected accordingly. This tilt in the light ray is read against the scale E through the eyepiece. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവർ പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കമ്പാരേറ്ററിൽ നിന്ന് നമുക്ക് അറിയേണ്ടത്. കമ്പാരേറ്റർ ഒരിക്കലും ഡയറക്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു സ്റ്റാൻഡേർഡും ആക്ച്വലും ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. പിന്നെ കമ്പാരേറ്ററിൽ ഡയൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന മെക്കാനിക്കൽ കമ്പാരേറ്റർ ആണ്. അതിൻ്റെ ഫിഗർ ഇതിന് തൊട്ട് മുമ്പുള്ള പേജുകളിലുണ്ട്, ജസ്റ്റ് അതൊന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം ഡയൽ ഇൻഡിക്കേറ്ററിൽ യൂസ് ചെയ്യുന്നത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ നോൺ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് സ്ലിപ്പ് ഗേജ് ആണെന്ന് ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് അറിയേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കാർഡ് കയറി പഠിക്കാനൊന്നും നിൽക്കേണ്ട. ഓക്കെ, നമുക്ക് സിലബസിലുള്ള കാര്യങ്ങൾ തന്നെ ഒരുപാടുണ്ട്, അപ്പോൾ ആ കാര്യങ്ങൾ തന്നെ പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. പിന്നെ ഏതെങ്കിലും സെക്ഷൻ നിങ്ങൾക്ക് ഇനി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചേക്കുക.